നിങ്ങളിലധികം പേരും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത വളരെ മികച്ച ഒരു കലാ ആവിഷ്കാരമാണ് റിംഗ് ടോൺ. കപട വാഗ്ദാനങ്ങൾ നൽകി നമ്മളെ പറ്റിച്ച സർക്കാരിനെതിരെ പ്രതികരിക്കാൻ കിട്ടിയ ഈ അവസരം നമ്മൾ പാഴാക്കിക്കൂടാ. അതുകൊണ്ട് തന്നെ നേവൽ അക്കാദമിയുടെ ശിലാസ്ഥാപന കർമ്മം നമ്മൾ ശക്തമായി തടയും. ഒരു കാരണവശാലും അവരെ സമ്മേളന നഗരിയിൽ കടക്കാൻ അനുവദിക്കരുത്. നമുക്ക് അവരെ അടിച്ചു ഒതുക്കാൻ സാർ. ഹോൾഡ് യുവർ ടങ് ഓഫീസർ. ഡോണ്ട് ബാർക്ക് ലൈക്ക് എ സ്ട്രീറ്റ് ഡോഗ്. വി ആർ ഹിയർ ടു പ്രൊട്ടക്ട് പ്രഷ്യസ് ലൈഫ്. സാർ, ഇവനെ പോലെ ഒന്ന് മതി ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ മാനക്കരുണ്ടാക്കാൻ. എന്നാ പിന്നെ എല്ലാരും കൂടി പോയി അമ്മമാരുടെ മുമ്പിൽ കുനിഞ്ഞങ്ങ് നിൽക്കാം. അങ്ങനെ ശക്തമായ സമര പരിപാടികൾക്ക് ആരംഭം. അവർ ബാരിക്കേഡ് പൊളിക്കുന്നു. നിങ്ങൾ നിയമം ലംഘിക്കരുത്. ലംഘിച്ചാൽ ഞങ്ങൾക്ക് ചാർജ് ചെയ്യേണ്ടി വരും. Yes, DJ. ഇങ്ങനല്ലല്ലോ ആദ്യം പറഞ്ഞത്. നമ്മൾ ശക്തമായി തടയും. പറഞ്ഞത് കറക്റ്റായിരുന്നു. ഒരടി പോലും പാഴായിപ്പോയില്ല. എല്ലാം തടഞ്ഞവർ. അപ്പോൾ അമ്മച്ചിയുടെ മകൻ കൃഷ്ണൻ വാണം വിട്ട പോലെ അവിടെ ബൈക്ക് ഓടിച്ചു വന്നു. സ്വന്തം അമ്മയെ ചവിട്ടിക്കൂട്ടുന്നത് കണ്ട് സന്തോഷിച്ച് ചിരിച്ചുകൊണ്ടാണ് ആ മകൻ ഓടി വന്നത്. ഇത്തിരി നേരം പോലീസുകാരെ അവ അറഞ്ചാൻ പറഞ്ഞ് അടിച്ചോടുത്ത സമയത്ത് കയ്യും കെട്ടി നോക്കിക്കൊണ്ടിരുന്ന ഇങ്ങേര് ഒരു പോലീസുകാരൻ വന്ന് അവനെ അടിച്ചപ്പോൾ ഉടനെ നോ എന്ന്. അങ്ങേര് പറഞ്ഞത് കേട്ട് ടിയർ ഗ്യാസ് എടുത്ത് സ്വന്തം തലര മണ്ടേ തന്നെ വെടിവെച്ച് പോലീസുകാർ മാതൃകയായി രംഗം ശാന്തമാക്കി. പാവം പോലീസുകാരെല്ലാം ആശുപത്രിയിലായി. അറ്റമില്ലാത്ത ട്രിപ്പില്ലാത്ത ക്യാനിലെയും കുത്തിക്കൊണ്ട് ബാബുരാജു അഡ്മിറ്റായി. നീ അപ്പ അവിടെ വന്നതാ പ്രശ്നമായത്. കൺവിൻസിംഗ് സ്റ്റാറേ. ഫ്ലാഷ് ബാക്ക്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കൈക്കൊരു ഒടിവ് മാത്രമേ ഉള്ളൂ ഡോക്ടർമാര് പറഞ്ഞത്. എനിക്ക് അമ്മയൊന്ന് കാണണം. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് എന്തായാലും അമ്മയെ കണ്ടേ പറ്റൂ. പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ പോലും പറ്റില്ല. എനിക്ക് അമ്മയൊന്ന് കാണണം. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? ഇത് എനിക്ക് മിസ്റ്റേക്ക് പറ്റി 2 പ്രാവശ്യം കാണിച്ചതല്ല, സിനിമയിൽ ഇത് 2 പ്രാവശ്യം ഉണ്ട്. 48 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റൂ. പോലീസുകാരോട് അവന്റെ കളി. എന്താടോ സാർ, അത് എന്താന്ന് വെച്ചാ പറയടോ. സാർ, ഒരു ഫോൺ കോൾ. എന്ത്? ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചിരിക്കുന്നു. ബോംബോ? Come on, take him. ആ വിവരം വന്ന് പറഞ്ഞവനെ കൊങ്ങയ്ക്ക് പിടിച്ച് തൂക്കിയെടുത്തോണ്ടാണ്. എന്തൊരു പോലീസടാ ഭൈ. You're bloody mad. Sir, take him. ഡോക്ടർ, യാതൊരു കാരണവശാലും ഇത് ജനങ്ങൾ അറിയാനോ പരിഭ്രാന്തരാവാനോ പാടില്ല. Oh my God. കൃഷ്ണനും ടീമും അമ്മയെ കാണാൻ അകത്ത് കയറാൻ വേണ്ടി ചുമ്മാ വിളിച്ച് പറഞ്ഞാണ് ബോംബുണ്ടെന്ന്. പക്ഷേ ശരിക്കും അവിടെ ആരോ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൃഷ്ണന്റെ തലയിലായി. ബൈ ഇവരൊക്കെ എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞത്? കൈക്കൊരു ഒടിവ് മാത്രമേ ഉള്ളൂ ഡോക്ടർമാര് പറഞ്ഞത്. അപ്പൊ ഒടിവൊക്കെ ഇങ്ങനെ വള്ളി തൂക്കിയിട്ടാ മാറുമല്ലോ. അപ്പോഴേക്കും ബോംബ് ഗവേഷകനെത്തി. ബോംബ് ഇരിക്കുന്ന ഇത്രയും ഭാഗം അതങ്ങ് കട്ട് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വഴി ഉണ്ടാക്കണം. അതിന് എത്ര സമയം വേണം? 10 minutes. Okay. Then do it. Sir, അതിനു മുമ്പ് ബോംബ് ബ്ലാസ്റ്റ് ചെയ്താൽ? കിഴങ്ങന്മാര് എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇങ്ങനെ അലച്ചോണ്ടിരിക്കാതെ. നമുക്ക് പ്രാർത്ഥിക്കാം. യോന്മാർ ഇത് പൊട്ടണവരെന്ന് ആലോചിക്ക് തോന്നുന്നു. ഒരു റൗണ്ട് ഓപ്പറേഷൻ വേണ്ടി വരുമല്ലോ ദൈവമേ. ടാങ് ഉടക്കി സ്വാമി. ശരി, 4 ഇഞ്ച് കനമുള്ള പ്ലൈവുഡ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവന്മാർ ഇത്ര നേരം ഇരുന്ന് ആലോചിച്ചത്. അങ്ങനെ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട കൃഷ്ണൻ അടുത്ത് കണ്ട പാണ്ടിലോറി ഏറി എങ്ങോട്ടോ പോയി. അപ്പോഴോട്ട് നോക്കിയാണ് ക്ലിക്ക് ലോറിക്കകത്തൊരു മൈന. അവളും ഏതോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നാട് വിടാൻ വേണ്ടി ലോറി കയറി വന്നതാണ്. അല്ല, ഇയാൾ എന്തിനാണ് ഈ സ്റ്റീറിംഗ് പിടിച്ച് അങ്ങോട്ട് കൊണ്ട് കറക്കുന്നേ? അങ്ങനെ കറക്കി അവസാനം വണ്ടി കൊണ്ട് അടയാക്കി. ബഡ്ജറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് ഇതൊന്നും കാണിക്കാനുള്ള സാമ്പത്തികമില്ല. തൽക്കാലം ശബ്ദം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തോളി. ലോറിയുടെ ഉടമയാണ് നാട്ടുകാർ തമ്പുരാൻ എന്ന് വിളിക്കുന്ന മലയാളവും തമിഴും ഇടകലർത്തിയുള്ള ഒരു പ്രാചീന ലാംഗ്വേജ് സംസാരിക്കുന്ന രാജൻ പിതാവ്. ആ പെൺകുട്ടിക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇയാൾക്ക് ഒരു ഹെഡിഞ്ചുറി കാണുന്നുണ്ട്. ഹെഡിൽ ചൊറിയുണ്ടാകുമോ ഡോക്ടർ? ചൊറിയല്ലടാ, അപ്പൂപ്പൻ്റെ. നല്ലവനായ ആ തമ്പുരാൻ വീടും പേരും ചോദിച്ചിട്ട് ഒരു അക്ഷരം മിണ്ടാത്ത പെണ്ണിനെ സ്വന്തം വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു. കൂടെ വന്ന ആൾക്ക് സുഖായോ? ഇവർ രണ്ടുപേരും ഒളിച്ചോടി വന്നതാണെന്ന് അവരെല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചു. ഈ ഉപകാരങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനക്കറിയില്ല. സാഹചര്യത്തെ ചൂഷണം ചെയ്യാതിരിയടേ. എല്ലാം നന്നായി ശരിയായിട്ട് മതി ഈ കുട്ടിയായിട്ടുള്ള യാത്ര. തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാ മതി. നീ ആരാടി?
ദേഷ്യപ്പെടുന്നതിന് നിങ്ങൾ തമ്പുരാന്റെ മുന്നിൽ സമ്മതിച്ചതല്ലേ? ആഹാ, രണ്ടുപേർക്കും കാണാതിരിക്കാൻ കഴിയണില്ല അല്ലേ? അങ്ങനെ ഹൃദയതുന്തിലമായ ഒരു പാട്ട് വരികയാണ്. ഒരു പമ്പായി നീ കൊത്തല്ലേ. ഈ കേസ് സെൻട്രൽ ആന്റി ടെററിസ്റ്റ് വിങ്ങിന് കൈമാറിയിരിക്കുകയാണ്. അതിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. വൺ മിസ്റ്റർ നയനാൻ കോശി, അദ്ദേഹമാണ് ഈ ടീമിന്റെ ചീഫ്. യെസ്, ദി സെയിം ഗേ. ആരെന്ന് യെസ്, ദി സെയിം ഗേ. പറഞ്ഞവനും അറിഞ്ഞില്ല, കേട്ടവനും അറിഞ്ഞില്ല, എഡിറ്റ് ചെയ്തവനും അറിഞ്ഞില്ല. കഷ്ടത്തന്നടേ. ഇനി അവരെ അവതാരമൂർത്തി നമുക്ക് പരിചയപ്പെടാം. ഇങ്ങനല്ല, കുറെ നക്സലുകളുടെ അടുക്കളയ്ക്കകത്ത് എന്തിനാണ് ഇരിക്കണേന്ന് അറിയാനുള്ള മിഷനാണ്. കമാൻഡർമാരുടെ വെടിയേറ്റ് നെഞ്ചളക്കി നൃത്തം ചെയ്ത് മരിക്കുന്ന തീവ്രവാദികളെ കാണാം. ഒടുവിൽ അങ്ങനെ തീവ്രവാദികളെല്ലാം വളയുകയാണ്. അപ്പം അതാ വരുന്നു മേജർ ശ്രീകുമാർ, അല്ല നയനാൻ കോശി. കളിക്ക് ഡാൻസ് കളിക്ക്. ഓപ്പറേഷൻ കംപ്ലീറ്റഡ് സർ. എന്നിട്ട് അങ്ങനെ അടുക്കളയിൽ കയറി തിന്നാൻ വല്ലോണ്ടാ നോക്കിയിട്ട് ഒരു പുണ്ണാകം കിട്ടിയില്ല. അവസാനം അവിടെ കിടന്നിട്ട് പത്രത്തിൻ്റെ ഫ്രണ്ട് ഹെഡിങ് കണ്ടപ്പോഴേക്കും അതാണ് അവന്മാരുടെ മിഷൻ എന്നങ്ങ് തീരുമാനിച്ച്. ഏതോ ഗ്രാമത്തിൽ ആട് മേച്ചുകൊണ്ടിരുന്ന ഒരു പയൽ വഴി കണ്ട എന്തോ എടുത്ത് കടിച്ച് ചത്ത്. വല്ല വിഷക്കടി വല്ലതാണെന്ന് പോലും ആലോചിക്കാതെ ഈ വാർത്ത പത്രത്തിൽ കണ്ട ഉടനെ തന്നെ നയനാൻ കോശി അങ്ങോട്ട് പുറപ്പെട്ടു. എന്നിട്ട് അവിടെ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയപ്പോൾ പഴയ ഏതോ തുരുമ്പെടുത്ത് ഇടിവള കിട്ടി. അതിനൊരു ഭയങ്കര തെളിവായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട്ടും അവിടെ എവിടെ കിടന്ന് ആക്രി പറക്കി ഒരു പൊട്ടിയ നമ്പർ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നു. ഇതേ സ്ഥലത്ത് ഒരു ലോറി ആക്സിഡന്റിൽ പെട്ടിരുന്നു. അന്ന് ആ ലോറിയിൽ ഡ്രൈവറെയും ക്ലീനറെയും കൂടാതെ 2 പേർ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സ്റ്റിയറിംഗിൽ പിടിച്ച് കളിച്ചുകൊണ്ടിരുന്ന അബു സലീമിനെ തപ്പിപ്പോയി. പാണ്ഡിതുറ ഇല്ല, അവരെങ്കിൽ ഇല്ല സാർ. ഓട്ടം പോയിരിക്കാക. എങ്കെ കോയമ്പത്തൂർക്ക് പോയിരിക്കാക. തമ്പി പസിക്കുന്നത് തമ്പി ഏതാവത് കൊടുങ്ക. എനിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വന്നിട്ട് പൈസ ഇല്ലാതെ എങ്ങനാ പറയുന്നേ? ഇന്നാ മോനെ വല്ലതും വാങ്ങിച്ച് തിന്ന്, നിന്റെ കണ്ട വാക്കിരിക്ക്. ഒരു ലോറി കണ്ടിട്ട് ഇത്രയും ഞെട്ട എന്തിടെ ഇരിക്കണത്? അല്ല എവ എന്ത് നിർത്താതെ പോയത്? ശങ്കർ നിർത്ത്. എന്താ ഇത്? വണ്ടിയുടെ ബ്രേക്ക് അല്ലേ ഇക്ബാലെ? ചവിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല പാവത്തിന്. എന്താ പേര് പറഞ്ഞത്? ഇതൊരു വെറൈറ്റി നീക്കം പാണല്ലോടെ. പമ്പരോ? കൃഷ്ണ ഇപ്പോൾ ഒളിച്ച് താമസിക്കുന്ന സ്ഥലം ഗണിച്ച് കണ്ടുപിടിച്ചു വന്ന കൃഷ്ണയുടെ കൂട്ടുകാരൻ മൊണ്ണേഷ് കുമാർ ആ പെണ്ണിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കൃഷ്ണ അവൾ ആരാണെന്നോ എന്താണെന്നോ അറിയില്ല, എന്നാലും അങ്ങനെ അവിടെ ഒരു ക്രിഞ്ച് പ്രണയം പോയിടുന്നു. ഈ കൊടും കാട്ടിൽ കുട വെച്ച് ഇവരെന്താണ് കാണിക്കുന്നത്? ഒടുവിൽ അവളുടെ തന്തയും തള്ളയും കുടുംബക്കാരെയൊക്കെ തമ്പുരാൻ അവിടെ വിളിച്ചു വരുത്തുന്നു. നമസ്കാരം. നമസ്കാരം. വരൂ വരൂ വരൂ, ഇരിക്കൂ. എന്റെ ആഗ്രഹം പോലെ തന്നെ ഇവിടെ വെച്ച് തന്നെയാട്ടെ അവരുടെ കല്യാണവും. നന്ദിയുണ്ട് സാർ. ഈ തങ്ങളെല്ലാം കൂടി ഒരു കൊയ്ത്തിനുള്ള നെല്ല് മൊത്തം നിന്ന് തീർക്കുമെന്നാണ് ദൈവമേ തോന്നണത്. നയനാൻ കോശിയുടെ ടീം ബാലയെയും ബൈ വൺ ഗെറ്റ് വണ്ണിലൂടെ കിട്ടിയ ആ പെണ്ണിനെയും പിടിച്ചുകൊണ്ട് പോകുന്നു. അവരെ രണ്ടുപേരെ ഒരു റൂമിനകത്തിട്ട് പൂട്ടിയിട്ട് അതിനകത്തൊരു ഒളിക്യാമറയും വെച്ചിട്ട് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് ഹെഡ്സെറ്റ് വെച്ച് വല്ലതും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നയനാൻ കോശി ഇരിക്കുകയാണ്. എന്റെ ബന്ധുക്കളാണെന്നും പറഞ്ഞ് അവിടെ വന്നിരിക്കുന്നവരാരും എന്റെ ആരുമല്ല. യോഗമില്ല അമ്മണി, പായ മടക്കിക്കോ. ഫ്ലാഷ് ബാക്ക്. ഇനി ആ പെണ്ണിന്റെ കഥ. അവൾ അച്ഛൻ കൊച്ചിലെ മരിച്ച്, അമ്മ വലുതായപ്പം മരിച്ച്. അപ്പോഴേക്കും അവളെ ഹരീഷ് പേരടി വിളിച്ചോണ്ട് എങ്ങോട്ടോ കൊണ്ടുപോയി താമസിപ്പിച്ച്. അപ്പോഴേക്കും രാത്രി കാലിൽ വെടിയും കൊണ്ട് നമ്മുടെ സായി കുമാർ അവിടെ കയറി വന്നു. ചിരട്ടേന്ന് ഗുണ്ടുപോണ കണ്ട് മണ്ട കലങ്ങി ബോധം കെട്ട് വീണ മണ്ടിപ്പെണ്ണിനെ പിന്നെ കണ്ടത് ഏതോ ഒരു തീവ്രവാദ കേന്ദ്രത്തിൽ. ചേടാ, തലേന്ന് രാത്രി കാലിൽ ബുള്ളറ്റും വെച്ചോണ്ടിരുന്നവൻ എന്താ പയറ് പോലെ ഇഴിച്ചു കിടക്കണ്. എന്നിട്ട് 2 മുട്ടക്കാട്ട് തെറിയും പിടിച്ച് അതോ പാവപ്പെട്ട 2 വെടിവെച്ചു വന്നു. മനസ്സിനെ മരവിപ്പിക്കുന്ന പരിശീലനങ്ങൾ
കൂടെ ഉണ്ടായിരുന്ന പലരും ആയുധങ്ങളായി മാറിയപ്പോൾ ഊഴം എന്റേതായി. കേന്ദ്ര പ്രതിരോധ മന്ത്രി സുമിത് ചാറ്റർജി ആയിരുന്നു എന്റെ ടാർഗറ്റ്. അങ്ങനെയാണ് അന്ന് ഞങ്ങൾ കേരളത്തിലേക്ക് കടന്നത്. കേരളത്തിലേക്ക് കടന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംബുലൻസിൽ ദേഹം മുഴുവൻ പൊള്ളി അവിഞ്ഞ രീതിയിൽ ഒരു ഡെഡ് ബോഡി ആയിട്ട് അവൾ അഭിനയിച്ച് ചെക്ക് പോസ്റ്റ് കടന്നുപോയി. ഉഫ് മാസ്. അല്ല, എവളല്ലടെ മനസ്സ് മരവിച്ച് പോകുന്ന കാഴ്ചകളാണ് കാണുന്നതെന്നും എവളെ ചാവേറാക്കിയെന്നും എവൾ രക്ഷപ്പെട്ട് ഓടിയതാണെന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് എവൾ ചെക്ക് പോസ്റ്റിൽ അവന്മാരെ പറ്റിച്ചപ്പം മാസ് കാണിച്ച് ചിരിക്കണം. തള്ളയും മോനും കൂടി അലിമ്പാക്കിയ ഈ പരിപാടിയിലായിരുന്നു പ്രതിരോധ വകുപ്പ് മന്ത്രി വരായിരുന്നത്. അങ്ങനെ അവന്മാരെ പ്ലാൻ ചീറ്റിപ്പോയി. പക്ഷേ അവൻ അടികൊണ്ട് ആശുപത്രിയിലായി. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവന്മാർ ആശുപത്രിക്ക് ബോംബ് വെച്ചത്. നല്ല ബെസ്റ്റ് രക്ഷാപ്രവർത്തനം. ഇനി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണോ? വേണം. പാണ്ഡവപുരം തെർമൽ പവർ പ്രോജക്ട് ഇനോഗ്രേഷൻ സുമിത് ചാറ്റർജി. ഇതാണ് അവരുടെ മിഷൻ. ഈ മുഹൂർത്തത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അതായത് യവന്മാരെ കൺമുമ്പിലുള്ള ഇപ്പം പിടിച്ചാൽ ഒരു ത്രില്ലില്ല, മുഹൂർത്തത്തിന് ഡിഫൻസ് മിനിസ്റ്ററൊക്കെ വരുമ്പം പിടിച്ചാൽ മാത്രമേ ഒരു ത്രില്ലുള്ളൂ എന്ന്. ആ കല്ല് കടിച്ച് ചത്ത പായൽ എന്താണ് ചത്തോന്നോ? അയ്യോ എന്റെ മോൻ. ഇത് ഞാനിട്ട മ്യൂസിക് അല്ല, സിനിമയിലുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് അവളെ വയറ്റിലൊരു ബോംബ് വെച്ച് ആക്ടിവേറ്റ് ആക്കി മനുഷ്യ ബോംബാക്കി അവളെ വിട്ട്. ഡ്രസ്സിനകത്തല്ല, ഡ്രസ്സിന് പുറത്ത് വെച്ചിട്ടാണ് ബെൽറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കാണുമല്ലോ ബോംബ് വെച്ചോട്ടാണ് വരണതെന്ന്. അപ്പോഴേക്കും നൈന കോശി അവിടെ എത്തി. നൈന കോശി വരണത് പ്രമാണിച്ച് അവിടെ മാലപ്പടക്കമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോഴേക്കും ബാലയ്ക്ക് ബോധം വന്നു. നേരത്തെ സുരേഷ് ഗോപി വിളിച്ച സമയത്ത് ഹാളിൽ തറയിൽ കടന്ന് വെല്ലടിക്കുകയായിരുന്നു ബാലയുടെ ഫോണ്. ഇപ്പം നോക്കിയപ്പം അവൻ്റെ റൂമിൽ ഷെൽഫിനടുത്ത് സുരക്ഷിതമായിട്ട് തീവ്രവാദികൾ കൊണ്ടുവച്ചു കൊടുത്ത് അവന് സുരേഷ് ഗോപിയെ വിളിക്കാൻ വേണ്ടിയിട്ട്. കൊടൂരമായ വെടിവെപ്പുകൾ നടക്കുന്നു. വെടികൊണ്ട പട്ടാളക്കാരൻ സ്വയം ചാടി ആത്മഹത്യ ചെയ്തതും കാണാം. തൻ്റെ മണ്ടൻ പ്ലാൻ കാരണം കൺമുന്നിൽ സ്വന്തം സഹപ്രവർത്തകൻ പിടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടിട്ട് രോമാഞ്ചം കൊണ്ട് സ്ലോ മോഷനിലൂടെ നടന്നു വരികയാണ് നൈനൻ കോശി. വീണ്ടും വെടിവെപ്പ് നടക്കുന്നു. ആൾക്കാർ നൃത്തം ചെയ്ത് മരിക്കുന്നു. അങ്ങനെ അവർ വണ്ടി ഓടിച്ചോടിച്ച് തമിഴ്നാട്ടിലെ വാഗമണിലെത്തുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തീവ്രവാദികളുടെ ഒരു ടീം വണ്ടി മുഴുക്കനും ഇല വെച്ച് മൂടി ഫാൻസി ഡ്രസ്സ് കളിക്കുകയാണ്. യവനെയൊക്കെ കൊണ്ടാണല്ലോ ദൈവമേ തീവ്രവാദം ഉണ്ടാക്കുന്നത്. അയ്യോ ബാമ്പ്, ഞാനിനി എന്ത് ചെയ്യും? നിങ്ങൾ എന്നോട് എന്തിനിങ്ങനെ കാണിക്കണേ? മീര, മീര, come here. This is wrong. മീര, നാനും വരുന്നു. ബായ്, നീ നമുക്ക് ഒരുമിച്ച് ചാടാം. മുടിഞ്ഞ വെച്ച് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. സത്യമായിട്ടും ഏതെങ്കിലും ഒരു കാട്ടുമൂപ്പൻ നിങ്ങളെ വന്ന് രക്ഷിക്കും മക്കളെ. ശുഭരാത്രി, സുഖനിദ്ര, ഗുഡ് നൈറ്റ്. എനിക്ക് മനസ്സിലാവാത്തത് വെള്ളം പോയിട്ട് വീട്ടിലിൻ്റെ മൂത്രം പോലും ഇല്ലാത്ത ഈ കൊക്കയിൽ ചാടിയിട്ട് അവൾ എങ്ങനെ വെള്ളത്തിൽ പൊങ്ങി എന്നുള്ളതാണ്. എന്തരാ വരട്ടെ ഏട്